നമ്മുടെ പുതിയൊരു വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്കിലി അനാലിസിസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കത് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഈ ഒരു വീക്കിലി അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിലി അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ഡൗൺ എന്താണ്, അവിടെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവല്, സോ അവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെയാണോ വർക്ക് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ബ്രേക്ക് ഡൗൺ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത വീക്കിലേക്ക്, നെക്സ്റ്റ് വീക്കിലേക്ക് മാർക്കറ്റിലെ സിറ്റുവേഷൻ എന്താണ്. ഇപ്പോൾ മാർക്കറ്റ് ഓവറോൾ നല്ലൊരു സെൽ ഓഫ് തന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തിരിച്ചെപ്പോഴാണ് ഒരു റിക്കവറി ഉണ്ടാവുക, എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ത്രൂ ഔട്ട് സെൽ ഓഫ് ആയിരിക്കുമോ എന്നുള്ള കാര്യം. സോ പ്രോപ്പറായിട്ട് നമുക്ക് ബൈങ് ലെവൽ എവിടെയാണ്, ഇനിയുള്ള കീ ലെവൽസ് എവിടെയാണ്, എങ്ങനെ കൺഫർമേഷൻ എടുക്കണം, എവിടെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മേജർ ലെവൽസ്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ വീക്കിലി അനാലിസിസ് വീഡിയോ കൊണ്ട് മാത്രം ഒരാൾ ഇത് കാണുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി പറ്റുമോ? സോ ഇതൊരു ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു വ്യൂ തരാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് സ്റ്റഡീസാണ് നമ്മളിവിടെ പറയുന്നത്, സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇതിനെ നന്നായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. ഇതിനെ വെച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റബിളിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. പ്രോപ്പറായിട്ട് സിസ്റ്റം ബേസ് ചെയ്ത് 1 by 1 ആയിട്ട് നമുക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാവണം എപ്പോഴും. നമ്മൾ ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റം പഠിക്കാൻ വേണ്ടി പറ്റുക, ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് എങ്ങനെ ഒരു എൻട്രി വരെ എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിന് നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, പ്രോപ്പറായിട്ട് നമ്മുടെ അനാലിസിസ് കാണാം. അതിനുശേഷം അതിലുള്ള ഇൻട്രാഡേ പ്ലാനുകളിലുള്ള ചേഞ്ചുകളും അതിലുള്ള പ്ലാനുകളും നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. സോ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. സോ അടുത്തത്, ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ക്യാപിറ്റൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന റിസ്ക്, കുറേ ആളുകൾക്ക് ചിലപ്പോൾ റിസ്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലായിരിക്കും. സോ അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. സോ ഇതിനുവേണ്ടി നമ്മളൊരു മാസ്റ്റർ ക്ലാസ് സീരീസ് ഉണ്ട്. സോ നിങ്ങളതൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു 3 days വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അനാലിസിസിനെ എങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ എങ്ങനെ ഇതിൽ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ അനാലിസിസിലെ പ്രോപ്പർ സിസ്റ്റം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. 3 days വർക്ക്ഷോപ്പ് ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യണം. ഓപ്ഷൻ ബൈക്ക് മാത്രമല്ല, നമ്മളിതിൽ സ്വിങ് ചെയ്യുന്ന കാര്യം എപ്പോഴാണ്, ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 3 day വർക്ക്ഷോപ്പാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 3 day വർക്ക്ഷോപ്പിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ താഴെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഉണ്ട്. സോ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. 3 rupees ആണ് നമ്മൾ മന്ത്ലി ഈ പറയുന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നിനുമല്ല, നമുക്ക് എത്ര ആളുകൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വർക്ക്ഷോപ്പിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആൻസറിങ് എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും മറക്കണ്ട. സോ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാലിസിസ് ആണ്. നമുക്ക് എന്നാൽ നേരെ നമ്മുടെ അനാലിസിസിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ ഒന്നെന്താണോ, ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. കാരണം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് മാർക്കറ്റിൽ. ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് വേണമെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ LTF കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വീക്സിലേക്കുള്ള പ്ലാനാണ്, ഒരു ദിവസത്തിലേക്കല്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ 15 മിനിറ്റിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്ട്രക്ചർ റിവേഴ്സ് ആയിരുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡെയിലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1500 പോയിൻറ്റ്സ്, ടോട്ടലി നോക്കുകയാണെങ്കിൽ 1800 പോയിൻറ്റ്സ് കറക്ഷൻ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീക്സിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്, അതിനുശേഷം തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കണ്ടോ, പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് 15 മിനിറ്റിൽ നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, മാർക്കറ്റ് ഓൾറെഡി ഇനി കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വരും എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലേ. എഗെയിൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള റിജക്ഷനാണ് കാണാൻ വേണ്ടി പറ്റിയത്. സോ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റം ഇതെന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. സെബിയിൽ കുറച്ച് റൂൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റിൽ കംപ്ലീറ്റ് സെൻറ്റിമെൻറ്റ്സ് അവിടെ എന്തായിരുന്നു, താഴേക്കായിരുന്നു. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആവാൻ, ഈ ഒരു റീസൺ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊമെൻറ്റം എത്രയും പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാനുണ്ടായില്ലേ, അതിനടുത്തേക്ക് വരാണ്ടായ റീസൺ എന്താണ്, നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം
ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റിൽ ഏകദേശം ഒരു 300 to 400 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. സോ പാനിക്കേണ്ട ആവശ്യമില്ല. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്. എന്നാലും നമുക്ക് എന്താണ് ഇത് നമ്മൾ കുറച്ച് സമയം എടുത്ത് വരും എന്നുള്ളത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് ജമ്പ് ചെയ്തെത്തി. സോ അതിൻ്റെ റീസൺ മാർക്കറ്റ് സെന്റിമെന്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെന്റിമെന്റ്സ് ബെയറിഷ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചു? താഴേക്ക് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ട് വന്നു മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? കറൻ്റ്ലി പ്രോപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇതിലെങ്ങനെയാണ് എൻട്രി മോഡൽസ് എന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മോഡലിലേക്ക് നിങ്ങൾക്കൊരു പ്രോപ്പർ വ്യൂ നമ്മളെപ്പോഴും തരുന്നുണ്ട്. സോ നിങ്ങൾ അതിലേക്ക് വരാം. നിങ്ങൾക്കത് അല്ലാത്ത കൺഫർമേഷൻസ് എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ നമ്മളുടേതായ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും നോക്കാവുന്ന. കാരണം നമ്മളുടെ ടെലിഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അതിലുള്ള ട്രേഡ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഡെയിലി പ്ലാൻ ഓൾറെഡി നമുക്ക് പ്രോപ്പർ ടാർഗറ്റ്, അപ്പോൾ നമ്മുടെ ഡെയിലി പ്ലാൻ എക്സിക്യൂഷനിൽ നമ്മളിവിടെ ഓൾറെഡി ടാർഗറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൺഫർമേഷൻ ആയ സമയത്ത് നമ്മളെന്താ ഡെയിലി പ്ലാൻ പ്ലോട്ട് ചെയ്ത് ടെലിഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇതാണ് നമുക്ക് 30th മൺഡേ നമ്മൾ ഇവിടെ നിന്നാണ് ഒരു പ്ലാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മെയിൻ പ്ലാൻ ആയിരുന്നു. പക്ഷേ അവിടെ എന്താണ് LTFലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് തന്നെ പോകുമായിരുന്നു. സോ നമുക്ക് അവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ എന്തായി നമ്മളിവിടെ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ എന്താ ഈ ഒരു ലെവലിനെയാണ് മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ കൺഫർമേഷൻ സോൺ അതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ പ്ലാൻ 2200 പോയിന്റിൻ്റെ നെക്സ്റ്റ് ഡേ പ്ലാൻ നമ്മൾ ഓൾറെഡി ഇൻഡെക്സിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നപ്പോൾ 53,356 എത്തിയപ്പോൾ നമ്മൾ 52,027 നമ്മളൊരു പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു ഡൗൺ സൈഡ്. അപ്പോൾ നമ്മൾ സ്റ്റോക്സിലേക്ക് നോക്കിയ സമയത്ത് സ്റ്റോക്സും പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. HDFC ICCയിലും പ്രോപ്പറായിട്ടുള്ള റിയാക്ഷൻ കാണാം. സോ അതിൽ നമ്മളൊരു ഡെയിലി പ്ലാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ കോട്ടക്കിലും അതേപോലെ ആക്സിസ് കോട്ടക്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ടാർഗറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റി ജമ്പ് ചെയ്തെത്തി. അതിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റിലുള്ള പ്രോപ്പർ സെൻറ്റിമെൻറ്റ്സും താഴേക്കാണ്. സോ അഗ്രസീവായിട്ട് തന്നെ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പ്ലാൻ പ്രകാരം ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി അനാലിസിസ് അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞ ക്ലിയർ ടാർഗറ്റിലേക്ക് മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ ഓൾറെഡി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്ലാൻ എടുത്തതെന്നുള്ളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിലും പിന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻ സോൺ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കി. അപ്പോൾ ഇത്രയും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇത്രയും താഴെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അപ്പ് സൈഡിലേക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഉണ്ടായ സോണാണ്. പക്ഷേ അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പുഷല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDFCയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു HDFC ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസും ഈ ഒരു ദിവസത്തിലുണ്ടായിരുന്നു, October 4th ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മേളിലേക്ക് നോക്കാം. LTF കൺഫർമേഷൻ ടു അപ്സൈഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ലെവൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അഗെയിൻ ഇവിടെ ഒരു നല്ല റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു കേസിൽ മൾട്ടിപ്പിൾ കൺഫർമേഷൻ, ഡെയിലി ലിക്വിഡിറ്റി ഗ്രാബ്, ഓർഡർ ബ്ലോക്ക് ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈസ് ഡെലിവറി, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. അതിലേക്കൊന്നും പോയി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് എന്താ കൺഫർമേഷൻ ആയപ്പോൾ പ്രോപ്പറായിട്ടൊരു കൺഫർമേഷൻ ആയപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഗെയിൻ നെക്സ്റ്റ് ബൈങ് സോൺ എവിടെയാണെന്നുള്ള കാര്യം. സോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെവലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 472 പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ കിടുക ഈ ഒരു ലെവലിലേക്കാണ്. റീസെൻ്റ്ലി ഉള്ള ഹൈ ആണ്. പക്ഷേ ഈ ഒരു ലെവൽ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡിൻ്റെ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയിരുന്നവരുണ്ട്, മനസ്സ് സമ്മതിക്കാത്തവരുണ്ട്. പക്ഷേ 48% ആളുകളും ആ ഒരു ട്രേഡിൽ കയറി പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ ഓൾറെഡി പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെയിറ്റിംഗ് ടൈമാണ്, ഇനി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, വെയിറ്റിംഗ് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനിടയിൽ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ICICയുടെ കേസിൽ നമ്മൾ മനസ്സിലായ ഒരു കാര്യം, HDFCന് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് തന്നു. ICICI ഒക്കെ നല്ല രീതിയിൽ എന്താണ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഈ മേളിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, താഴെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് മേളിൽ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് താഴേക്ക് വരാനും, ഫസ്റ്റ് താഴേക്ക് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OB ഉണ്ടെങ്കിൽ അതിന് റിയാക്ട് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് ഈ ഒരു കണ്ടീഷനിൽ എപ്പോഴും ഉള്ളതാണ്, ഒരു വെയിറ്റ് ഫോർമേഷനിൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ HDFC ആണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു ഇമ്പൾസീവായിട്ടുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു റേഞ്ചാണ്. സോ എല്ലാവരും ഒരു റേഞ്ചിലാണ് പ്രോപ്പർ ഡയറക്ഷൻ തന്നിട്ടില്ല. അതേപോലെ HDFC മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റം തന്നത്. പിന്നെ നമ്മൾ ഡെയിലി പറഞ്ഞിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഡെയിലി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് HDFCയും ICICയും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ആ ഒരു പ്ലാനിലേക്ക് പ്രോപ്പറായിട്ട്
ആരെത്തിയിട്ടുണ്ട്, ഇവരെത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആക്സിസും കോട്ടക്കും നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാനിലേക്ക് തന്നെ ആക്സിസ് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള സെല്ലാണ്, ഡിമാൻഡിലേക്ക് ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോട്ടക്ക് പ്രോപ്പർ എക്വിലിബ്രിയത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ആ ഒരു കൺഫർമേഷൻ ആയ സമയത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ അത് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ എത്തുമ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവൽ വരെ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനിൽ. സോ ഇനി നമുക്ക് കൺഫർമേഷൻ വേണം. അപ്പോൾ ICC അതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്ന് കറക്റ്റ് ഒരു OBയിൽ റിയാക്ട് ചെയ്തു. ഇത് സിമ്പിളായിട്ട് വെറുതെ പറഞ്ഞാൽ ഇത് പ്രോപ്പർ ട്രാപ്പാണ്. ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ ഓർഡേഴ്സ് ബിൽഡ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഓർഡേഴ്സ് എല്ലാം പിക്ക് ചെയ്തിട്ട് പെൻഡിങ് ഓർഡർ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടേക്ക് ചെയ്ത് പോകുന്നു അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. മാർക്കറ്റിൽ ചെറിയൊരു ട്രാപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ആ ഒരു വലിയ ക്യാൻഡിൽ വന്ന സമയത്ത് ടോട്ടലി അവിടെ സെൻറ്റിമെൻറ്റ്സ് ഫുള്ള് ബുള്ളിഷ് ആക്കുക എന്നുള്ളതും പിന്നെ അവർക്ക് ഓർഡേഴ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതിനുശേഷം ഇതൊക്കെയാണ് നമുക്ക് നടന്നിട്ടുള്ളത്. സോ അതേപോലെ നമ്മുടെ ഡിസ്കോഡിലാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ ആ ഒരു പ്ലാനിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായ എൻട്രി ഇതായിരുന്നു. സോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കുക എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ഒരു ടാർഗറ്റ് നമ്മളിപ്പോൾ റിസ്ക് റിവാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ 1:3 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇറങ്ങുക. അതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഏകദേശം 400 പോയിൻറ്റ്സ് മാർക്കറ്റിൽ മൂവ് ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മേളിലേക്ക്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന 400 പോയിൻറ്റ്സിന് വാല്യൂ കൊടുക്കുന്ന ഒരാളല്ല. ഞാൻ എടുക്കുന്ന റിസ്കിൻ്റെ റിവാർഡ് എത്രയാണോ അതിനാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് നമ്മൾ മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ റിസ്ക് റിവാർഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ മാസ്റ്റർ ക്ലാസ് സീരീസിലെ റിസ്ക് റിവാർഡ് കാണാം. പ്രോപ്പറായിട്ട് ആ ഒരു സിസ്റ്റം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു 1:3 1:4 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളെടുത്തിട്ടുള്ള അപ്പോൾ ഞാനെടുത്ത ട്രേഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസ്കോഡ് സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 422 ബൈ ചെയ്തു, 565 നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി. അതിന് ശേഷം അത് ഏകദേശം 700 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നത്. കാരണം എന്താ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് റിവാർഡ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉള്ള ദിവസവും മൂവ്മെൻറ്റ് ഇല്ലാത്ത ദിവസവും ഇല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് എത്ര വേണമെങ്കിലും റാലി ചെയ്തോട്ടെ, നമ്മളതിലെടുക്കുന്ന റിസ്ക് റിവാർഡ് മാന്യമായിട്ട് മാർക്കറ്റിൽ തരാവുന്നത് എന്താണോ അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ അതെടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻസിൽ 1 ലോട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് നമ്മളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ്, ഇനിയാണ് അടുത്തൊരു കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞു. ലാസ്റ്റ് വീക്കിലെ ബാങ്ക് നിഫ്റ്റിയുടെ ബ്രേക്ക് ഡൗൺ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് വീക്ക് സംഭവിച്ചിട്ടുള്ളത്. നമ്മളും അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. ഡെയിലി നമ്മൾ ഓൾറെഡി പോർഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ടാർഗറ്റിലേക്ക് ഡെയിലി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇൻട്രാഡേയിലേക്കുള്ള പ്ലാൻസ് നമുക്ക് നോക്കണം. അതിലുള്ള കൺഫർമേഷൻസ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇനി ട്രേഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ കേസും കൂടെ ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി നമ്മൾ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇത്രയും വലിയൊരു സെൽ ഓഫ് നിഫ്റ്റിയിലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ നിഫ്റ്റിയിൽ എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ നിഫ്റ്റി ഈ ഒരു റേഞ്ച് ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അപ്സൈഡ് അല്ലെങ്കിൽ ഈ ലോയിനെ കട്ട് ചെയ്ത് താഴേക്ക് വന്നാൽ ഈ ഒരു എക്സ്പെക്റ്റേഷനാണ് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം നിഫ്റ്റി അവിടെ നിന്ന് വന്നിട്ടുള്ളത് 3% വീണു. ഏകദേശം 900 പോയിൻറ്റ്സാണ് നിഫ്റ്റി താഴേക്ക് വന്നിട്ടുള്ളത്. സോ നമുക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഒരു കൺഫർമേഷൻ നിഫ്റ്റിയുടെ കേസിൽ ഉണ്ടായിരുന്നില്ല. നിഫ്റ്റി അഗ്രസീവ് ആയിരുന്നു. സ്റ്റോക്സിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റോക്സ് ഒക്കെ ബൈയിങ് സോണിലാണ്. TCS ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും എല്ലാവരും ബൈയിങ് സോണിൽ നിന്നിട്ട് നല്ലൊരു മൊമെൻറ്റം താഴേക്ക് മേളിലേക്കായിട്ട് കാണിക്കുന്നത്. ഡിമാൻഡ് ഹോൾഡിംഗ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ വന്ന സമയത്ത് ഓൾറെഡി നമ്മളുടെ ആ ഒരു ന്യൂസ് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേയ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നോർമലി പിന്നെ സ്ട്രക്ചറിലേക്ക് വേറെ ഒന്നിലേക്ക് നോക്കാറില്ല. കാരണം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ് പിന്നെ മാർക്കറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഗ്രസീവ് സെൽ ഓഫ് ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ദിവസത്തിൽ നമ്മൾ മാറിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ. ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കില്ല അവിടെ വർക്ക് ചെയ്യണത്. മാർക്കറ്റിലുള്ള ആളുകളുടെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി വിട്ടു. സോ ഇതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള ബ്രേക്ക് ഡൗൺസ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇൻഡെക്സ് നിൽക്കുന്ന കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ നിൽക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഞാനപ്പോൾ എപ്പോഴും ഫ്യൂച്ചറാണ് കൺഫർമേഷൻസിന് വേണ്ടിയിട്ടൊക്കെ നോക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ്. ഇവിടെ 2 കേസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് കണ്ടിന്യൂഷൻ, പിന്നെ ഒന്ന് കൺഫർമേഷൻ.
ഓക്കെ. കണ്ടിന്യൂവേഷൻ കൺഫർമേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒന്നിപ്പോഴുള്ള ഈ ഒരു ഡൗൺ സൈഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇത് റിവേഴ്സ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി. ഈ 2 സോണാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മേജർ ആയിട്ടൊരു ലെവൽ കൺസിഡർ ചെയ്യാനാണെങ്കിൽ അത് ഇതാണ്. മേജർ ഒരു ബൈ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇവിടെയാണ്. മനസ്സിലായോ? സോ ഇതിനിടയിൽ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ ഫസ്റ്റ് മാർക്കറ്റ് ഇനി റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഓക്കെ, ഈ ലെവലാണ്. സോ ഇപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കറൻ്റ്ലി ഉള്ള കണ്ടീഷനിൽ ഈ ഒരു ലെവലാണ്. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകാനുള്ള ഒരു കണ്ടീഷൻ ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. മനസ്സിലായോ? ഇതെന്തായാലും നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിൽക്കുന്ന ആ ഒരു സോണും റിലേറ്റ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇതൊരു കണ്ടിന്യൂവേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ബൈ ലെവൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഞാനിത് വളരെ സിമ്പിളായിട്ട് ഒരു ഡിമാൻഡ് സോൺ ആട്ടോ, വളരെ സിമ്പിൾ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. വലിയ ഇതെന്തുകൊണ്ടാണ് എന്താണെന്ന് ആലോചിക്കേണ്ട, സിമ്പിളായിട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. സോ അഗെയിൻ മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂവേഷൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇത് ഗ്രാബ് ചെയ്യുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു ഒബിയിൽ നിന്നൊക്കെ റിയാക്ട് ചെയ്യും. സോ അതൊക്കെ നമുക്ക് കുറച്ചധികം മൂവ്മെൻ്റ് ഉണ്ട് താഴേക്ക്. സോ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മൾ 2 കാര്യം നോക്കുന്നുണ്ട്, ഒന്ന് കണ്ടിന്യൂവേഷനും ഒന്ന് റിവേഴ്സലും. അപ്പോൾ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം നമുക്ക്. സോ ഇനി നമുക്ക് വേണ്ടത് 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. യെസ്, അപ്പോൾ ഈ 2 സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, റിവേഴ്സും മുകളിലേക്ക് പോകാനുള്ള പ്ലാൻ ആണെങ്കിൽ പുഷ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു റീട്രേസ്മെൻറ്റും ഒരു ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു സപ്ലൈ ആണ് കറൻ്റ്ലി നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ എപ്പോഴാണോ ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. സോ അതാണ് നമ്മളുടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? സിമ്പിളായിട്ട് സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റിൽ ബയേഴ്സ് ഈ സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, അവരുടെ ആക്ടിവിറ്റി അവിടെ ക്രിയേറ്റ് ആയി അല്ലേ, ബയറിൻ്റെ ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി. സോ ഇനി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് മാർക്കറ്റിൽ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്രേ ഉള്ളൂ, സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അതെല്ലാവരും നോക്കുക. അപ്പോൾ ഇനി മേജറായിട്ടുള്ള സപ്ലൈസിലേക്ക് വേണം നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത റീടെസ്റ്റിന് നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ നിയറസ്റ്റ് അടുത്ത സപ്ലൈ എവിടെയാണ്. അപ്പോൾ ഈ സപ്ലൈ എന്നൊക്കെ മാർക്കറ്റ് എഗെയിൻ റീടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എഗെയിൻ അടുത്ത സപ്ലൈ എവിടെയാണ്, ഈ ഒരു സപ്ലൈ. ഇതൊക്കെ മേജറായിട്ടുള്ള ലെവലായിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇവിടെയൊക്കെ അവൻ വന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു റിയാക്ഷൻ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കീ ലെവലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും മൈൻഡിലിരിക്കട്ടെ എല്ലാവരുടെയും. അപ്പോൾ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും, ഒരു റിവേഴ്സൽ മാർക്കറ്റിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സോണിൽ നിന്ന് മാർക്കറ്റിലൊരു അപ്സൈഡ് പോകാനുള്ള കൺഫർമേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഓൺ ടൈമിൽ ടെലിഗ്രാമിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് അല്ലാതെയും ഈ ലെവൽസ് പ്ലോട്ട് ചെയ്ത് വെക്കുക, ഒരു അലേർട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അവിടെ വരുമ്പോഴുള്ള റിയാക്ഷൻ. സോ ഇവിടെ വന്നിട്ട് LTF കൺഫർമേഷൻ തന്നത് നമ്മൾ 15 മിനിറ്റ്, ഇവിടെ മാർക്കറ്റിലേക്ക് LTF വരെ എങ്ങനെയായിരിക്കും, ഈ രീതിയിലായിരിക്കും അല്ലേ, ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ. ഇപ്പോൾ LTF എന്ന് പറഞ്ഞാൽ ലോ ടൈം ഫ്രെയിം, 15 മിനിറ്റ് താഴെയുള്ള ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഉണ്ടാവുക ഈ ഒരു റിയാക്ഷൻ ആയിരിക്കും. സോ ഇവിടെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഒരു റിവേഴ്സൽ തരാണ്. ഇതേപോലെ ഈ ഒരു കണ്ടീഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലായി, ഓക്കെ ഇവിടെ എഗെയിൻ കണ്ടിന്യൂവേഷൻ ആണ്. സോ ഇവിടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ LTF കൺഫർമേഷൻ എടുത്തിട്ട് ഇതേപോലെ ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ എഗെയിൻ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല എന്നുള്ള കണ്ടീഷനാണ് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷൻ ട്രേഡ് നമുക്കിവിടെ കൺഫർമേഷൻ എടുത്ത് കയറാം. അല്ലാത്ത സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് മേളിലേക്ക് നോക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിലൊരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഡയറക്ഷൻ വരണം, അതിനുള്ള കൺഫർമേഷൻ സോണാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ കറൻ്റ്ലി ഉള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെയിലി മാർക്കറ്റിൽ മേജറായിട്ടുള്ള ആ ഒരു ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ എടുക്കാം. മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന സോണിൽ നിന്നും മാർക്കറ്റ് എങ്ങോട്ട് പോകണം, കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ബുള്ളിഷ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഈ കേസ് ഇപ്പോൾ കറൻ്റ്ലി അപ്പോൾ മാർക്കറ്റ് എഗെയിൻ അടുത്ത് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ലെവൽസ് മാറും. ഞാൻ പറയുന്നത്
ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് വ്യൂ കൊണ്ടുവരാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂഷനാണ്. ഈ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടിരിക്കട്ടെ. എഗെയിൻ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ഈ ഒരു ലെവലിലേക്കോ എഗെയിൻ ഈ ഒരു ലെവലിലേക്കോ മാർക്കറ്റ് വരാം. ഈ രണ്ട് കേസസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നല്ലൊരു കൺഫർമേഷൻ സോൺ ഇതാണ്. ഈ ഗ്രീൻ സോണാണ് നല്ലൊരു കൺഫർമേഷൻ സോണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് എന്താക്കാം, പ്ലാൻ ആക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റോക്സിലൊക്കെ കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേളിലേക്ക് പോകുന്നുള്ളതിന് കൺഫർമേഷൻ വരാം. അത് ഞാൻ എന്തായാലും ഓൺ ടൈമിൽ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്നതാണ്, നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. സോ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ വീക്കിലി, നെക്സ്റ്റ് വീക്കിലി ഈ ഒരു ലെവലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അത് കൺസിഡർ ചെയ്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ വരാം. ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടെലിഗ്രാമിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിഫ്റ്റീൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി ഓൾറെഡി നല്ലൊരു ഡിമാൻഡിലേക്കാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റേജ് സ്റ്റോക്സിൻ്റെ കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, നിഫ്റ്റി 50 ആണോ വേണ്ടത്? നിഫ്റ്റി 50ലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വെയിറ്റേജ് സ്റ്റോക്സ് ഏതൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് വെയിറ്റേജ് ആണ് അതിനുള്ളത് എന്നുള്ളത് ഇവിടെ കാണാം. സോ ഈ ഒരു സ്റ്റോക്കുകളെ കൂടെ നിങ്ങൾ അതിലേക്ക് കൺസിഡർ ചെയ്തൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും കൂടെ സ്ട്രോങ് ആണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം നമുക്ക് നിഫ്റ്റിയിലും കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺഫർമേഷൻ വെച്ചിട്ട് എപ്പോഴും ഒരു വ്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത് മാർക്കറ്റിൽ എക്സിക്യൂഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ഓൾറെഡി നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഈ ലെവലിനെ ആണ് നിഫ്റ്റി റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്. യെസ്, ഇവിടെ ഒരു ഡെയിലി പ്ലാൻ, നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു പ്ലാൻ നോക്കാനാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നൊരു കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഉള്ളത്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡെയിലി കണ്ടീഷനിൽ. ഇവൻ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, അപ്പ് സൈഡിലേക്കാണ് നമുക്ക് പ്ലാൻ ഉള്ളത്. ഇവിടെ ഒരു LTF നിഫ്റ്റിയുടെ ഒരു ഡെയിലി പ്ലാൻ എക്സിക്യൂഷനാണ് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ആ റീസൺ നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ലോജിക്കലി ഒന്ന് ആലോചിക്കുക. അത് എത്ര പേർക്ക് പ്രശ്നം വരുന്ന കാര്യമാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടോ. കൺഫർമേഷൻസ് എന്തായാലും നോക്കാം. 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് ശേഷം നിഫ്റ്റിയിൽ ഏകദേശം ഈ റേഞ്ച് കേട്ടോ. കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനാണ്, ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നിഫ്റ്റി അഗെയിൻ ഇതിൻ്റെ താഴേക്ക് വരാനാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്. ഇതിങ്ങനെ വന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഈ ലെവൽ ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. അതിൽ ചേഞ്ചസ് അറിയണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നോക്കിയാൽ മതി. നമ്മളത് അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു വ്യൂ നോക്കാനാണെങ്കിൽ സ്റ്റിൽ ഡെയിലി വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷനാണ് തരാനുള്ള. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് വീക്കിലി കണക്ട് ചെയ്യുമ്പോൾ വീക്കിലി താഴേക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. വീക്കിലി ഡിമാൻഡിലേക്ക് വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, വരാം. നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് വീക്കിലി ഇക്വിലിബ്രിയം അല്ലെ, വീക്കിലി 50% ഇക്വിലിബ്രിയം സോണാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ആ ഒരു സോണിൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കുള്ളൂ എന്ത് ചെയ്യാം എഗെയിൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമോ, തിരിച്ചിനി പോകുമോ എന്നുള്ളൊരു ഡൗട്ടില്ലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതും മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ടായിരുന്നു ഈ കേസിൽ. അപ്പോൾ നിഫ്റ്റി ഇതേപോലെ തന്നെ നല്ലൊരു റിജക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കളറും ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കണ്ടോ, ഇത്രയും ബെയറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് ബൈങ് നടന്നിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താണോ തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ ബിൽഡ് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ. സോ എപ്പോഴും മാർക്കറ്റ് ഈ പറയുന്ന ലെവലിൽ നിന്നും വീക്കിലി സോൺ അല്ലെങ്കിൽ ഡെയിലി സോണിൽ നിന്നൊക്കെ മാർക്കറ്റ് ഈ രീതിയിലുള്ള കണ്ടോ. ഇവിടെ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വന്നു, പക്ഷേ മാർക്കറ്റ് മേളിലേക്ക് പോയത് കണ്ടോ, അതിന് സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് മാർക്കറ്റിലുള്ള നമ്മളുടെ
ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങളത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. സോ നിങ്ങളവിടെ സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷനിൽ നിങ്ങളുടെ സ്റ്റഡീസിൽ ട്രസ്റ്റ് ചെയ്ത് അതിൽ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുക്കുക, കയറുക. അതാണ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാവും? സ്റ്റഡീസിൽ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ നമ്മുടെ റൂൾസും കാര്യങ്ങളും നമ്മളെ സ്ട്രൈറ്റ് സെറ്റപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്ത് ആ റൂൾസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിന് പ്രയോറിറ്റി കൊടുക്കുക എപ്പോഴും. യെസ്. ഇതാണ് കറൻ്റ്ലി നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ അപ്പം നിങ്ങൾ നോക്കുക, ലെവൽസ് നോക്കുക, കൺഫർമേഷൻ എടുക്കുക. കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അഗ്രസീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾ ആ രീതിയിൽ കൺഫർമേഷൻസ് നോക്കുക. അല്ല ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഗ്രൂപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സെറ്റപ്പിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ വരുന്ന വീക്ക് എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ. അപ്പോൾ ലാസ്റ്റ് വീക്സ് എങ്ങനെ ഉണ്ടായെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റിൽ നമ്മുടെ അടുത്ത് അറിയിക്കാം. സോ അത്ര ഉള്ള കാര്യങ്ങൾ. ഇനി സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നല്ലൊരു വീക്കായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള ആഴ്ചയിൽ എന്താവും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അടുത്തൊരു വീക്കിലി സെഷനായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.